ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൻ മാജിക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ശർക്കര വരട്ടിയാണ്. ഓണസദ്യയിൽ ഉപ്പേരി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പലർക്കും ഇത് തയ്യാറാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ കട്ടിയായിട്ട് തന്നെ എങ്ങനെ ശർക്കര വരട്ടി തയ്യാറാക്കാമെന്ന് നമുക്കിതിൽ നിന്ന് നോക്കാം. ഇതിനെ നേന്ത്രക്കായ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിളഞ്ഞ നേന്ത്രക്കായ തന്നെ തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതുപോലെ ഒന്ന് ചെത്തിക്കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ തൊലി കളയാനായിട്ട് നെടുകെ ഇതുപോലെ വരഞ്ഞ് ആ തൊലി മാത്രം ഊരിയെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. ആ വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഉലിക്കുന്ന ഈ നേന്ത്രക്കായ ഇട്ട് കൊടുക്കാൻ. കറ ഇറങ്ങി കറക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ നേന്ത്രക്കായയും ഉലിച്ച് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നിന്ന് കറ ഇറങ്ങി വരും, അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പുറത്തൊക്കെ നമ്മൾ ഉലിച്ച ആ തൊലിയുടെ അംശമൊക്കെ ഇരിക്കും. അതൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഇതുപോലെ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നെടുകെ ഒന്ന് ഇതുപോലെ മുറിച്ചെടുക്കുക. ഏത്തക്ക ഉലിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടകുന്നത് നല്ലതാണ്. കറയൊന്നും നമ്മുടെ കയ്യിൽ പറ്റാതിരിക്കും. ഇതൊരു 1/4 ഇഞ്ച് വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കുക. ഇത് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ കറ ഇറങ്ങി വരും. അതുകൊണ്ട് ഇത് ഒരുപാട് വട്ടം നമ്മൾ വെള്ളം മാറി മാറി കഴുകി കറ തീരുന്നത് വരെ നല്ല വൃത്തിയാക്കി എടുക്കുക. ഇത് ഞാനിതുപോലെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയെടുക്കുമ്പോൾ നമുക്കറിയാം വെള്ളം നല്ല ക്ലിയർ ആവും. അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റാവുന്നതാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ കിട്ടും. ഇങ്ങനെ തയ്യാറാക്കിയാൽ ഇത് കറക്കുകയില്ല. എത്ര നേരം പുറത്തിരുന്നാലും കറക്കത്തില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പൊടി തയ്യാറാക്കാം. പുഴുക്കലരിയാണ് നമ്മൾ പൊടി തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. പുഴുക്കലരി ഒന്ന് വറുത്തെടുക്കണം. ചൂടായ ഒരു ചട്ടിയിലേക്ക് 1/2 കപ്പ് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊരിയായിട്ട് വേണം നമുക്കിതെടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് ചൂടാക്കി അരിയെല്ലാം പൊരിയായതിന് ശേഷം 1 സ്പൂണോളം ചുക്കുപൊടി ഇട്ട് കൊടുക്കുക. തൊലി കളഞ്ഞ് അതിൻ്റെ കായ പൊടിച്ചെടുത്ത ഏലക്കായും ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ച് മാറ്റി വെക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രക്കായ വറുത്തെടുക്കാം. അതിനായി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ എടുക്കാൻ ശ്രമിക്കുക. അതും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് വറുത്ത് കൊടുക്കുക. ആദ്യം 2-3 മിനിറ്റ് ഫ്ലെയിം ഹൈയിൽ വെക്കുക. പിന്നെ അത് മീഡിയത്തിലോട്ട് വെച്ച് 2-3 മിനിറ്റ് ഉള്ളു വേവിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം കോരുന്ന ടൈമിൽ ഫ്ലെയിം കൂട്ടി വെച്ച് കോരിയെടുക്കുക. ഒരു ബ്രൗണിഷ് കളർ വരുമ്പോൾ മാത്രമേ ഇത് കോരാൻ ശ്രമിക്കാവൂ. അതുപോലെ തന്നെ ഈ കായകളെല്ലാം നല്ല സൗണ്ട് കേൾക്കും. തമ്മിൽ ഇങ്ങനെ മുട്ടി സൗണ്ട് കേൾക്കുന്ന ടൈം ആകുമ്പോഴേ കോരിയെടുക്കാവുള്ളൂ. 1 കിലോ നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. അതിന് 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിയാക്കി 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കുക. ഇത് ഉരുകി വരുമ്പോഴേക്കും ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇതിലിരുന്ന് ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ശർക്കര നല്ല കട്ടിയായിട്ട് വരണം. കട്ടിയായിട്ടുള്ള പാനിയാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ ഇത് 1 നൂൽ പരുവായിട്ടുണ്ട്. ഇനിയും ഇത് കട്ടിയാകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളം പറ്റിക്കുകയാണ്. നന്നായിട്ട് വെള്ളം പറ്റിച്ച് ഇതുപോലെ നല്ല ഒട്ടുന്ന പരുവമാകുമ്പോഴേക്കും വറുത്ത് വച്ചിരിക്കുന്ന കായയും കൂടെ ഇട്ട് കൊടുക്കാം. ശർക്കര വെള്ളമായി പോകരുത്. നല്ല കട്ടിയായിട്ട് ഉരുക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ.
ഈ ശർക്കര വരട്ടി നല്ല കട്ടിക്ക് കിട്ടാൻ വേണ്ടി ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ ടിപ്സ് ആണെങ്കിൽ പോലും അത് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ശർക്കര വരട്ടി നല്ല കട്ടിക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ തണുക്കുമ്പോഴത് സോഫ്റ്റായി പോകും. ശർക്കരയിലേക്ക് അതിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും ഓരോ ശർക്കര വരട്ടിയും വിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ 2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനിയും അടുത്ത ഷിഫ്റ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനിയും 2 സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തുടരെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ടൈമിൽ ഇച്ചിരി പാടാണ് കേട്ടോ, കാരണം ഇച്ചിരി ഇളക്കാൻ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടണം. ഓരോന്നിങ്ങനെ ഒട്ടിയിരിക്കുന്ന ഓരോ കായം വിടിയിച്ചെടുക്കുക. ഇനി അടുത്ത ഷിഫ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ കൃത്യമായിട്ട് കിട്ടിയത്. ഏകദേശം ഒരു 6-7 ടേബിൾ സ്പൂണോളം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഈ ശർക്കര വരട്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടി കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സിമ്പിൾ റെസിപ്പിയുമായി ഇനി എത്തുന്നതുവരെ താങ്ക്സ്.